വിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് സാമ്പത്തികമായ മേഖലയിൽ വളരെ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ മനുഷ്യൻ നേടുന്ന സമ്പത്ത്, അതിൻ്റെ ഉടമ വാസ്തവത്തിൽ അവനല്ല. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഉടമാവകാശം യഥാർത്ഥത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. ആ സൃഷ്ടാവ് കനിഞ്ഞരുളി നൽകിയിട്ടുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. സമ്പത്ത് എത്രയാണ് ഒരാൾക്ക് സമ്പാദിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പരിധിയൊന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ആർക്കും എത്രയും സമ്പാദിക്കാം. പക്ഷേ ഇസ്ലാമിന് ചില കാര്യങ്ങളിൽ കണിശതയുണ്ട്. അവൻ്റെ വരുമാനമാർഗം അഥവാ അവനിലേക്ക് സമ്പത്ത് വന്നു ചേരുന്ന കൈവഴികൾ വളരെ പവിത്രമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ അത് വിനിയോഗിക്കപ്പെടുന്ന വിനിമയ മേഖലയും വളരെയേറെ പവിത്രമായ മേഖലകളിലേക്കും അനുവദിക്കപ്പെടുന്ന മാർഗങ്ങളിലേക്കും മാത്രമായിരിക്കണം. ഇത് മനുഷ്യനോട് വളരെ കൃത്യമായി തന്നെ ഇസ്ലാം ബോധവൽക്കരിക്കുകയും താക്കീതിൻ്റെ സ്വരത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ കർമ്മങ്ങളുടെയെല്ലാം കൃത്യമായ കണക്കെടുപ്പുകൾ നോക്കുകയും വിലയിരുത്തപ്പെടുത്തുകയും രക്ഷാശിക്ഷകൾക്ക് അവൻ വിധേയനാവുകയും ചെയ്യുന്ന പുനരുത്ഥാന നാളിൽ മരണാനന്തരം മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന പരമപ്രധാനമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെക്കുറിച്ചും ചോദിക്കപ്പെടും. മിൻ ഐനക്തസബ്തഹു, എവിടെ നിന്നാണ് നീ അത് സമ്പാദിച്ചത്? വഫീമ അൻഫഖ്തഹു, ഏത് മാർഗത്തിലാണ് നീ അത് ചെലവഴിച്ചത്? ഇതിന് ഉത്തരം പറയാതെ വെച്ച കാല് മുന്നോട്ട് വെക്കാൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ ജനകോടികളുടെ മുമ്പിൽ സമ്മതിക്കുകയില്ല എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് കനത്ത സ്വരത്തിൽ തന്നെ താക്കീത് നൽകിയിട്ടുണ്ട്. തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സമ്പത്ത്, ആ സമ്പത്തിന് ഒരു നിശ്ചിതമായ തോതെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു നിശ്ചിത വിഹിതം ഒരു നിശ്ചയിക്കപ്പെട്ട നിശ്ചിത വിഭാഗത്തിലേക്ക് അവകാശമായി കൊണ്ട് കൊടുത്തു വീട്ടണം എന്ന് ഇസ്ലാം മനുഷ്യരോട് പറയുന്നുണ്ട്. അതിനാണ് ഇസ്ലാമിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ സക്കാത്ത് എന്ന് പറയുന്നത്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട അവകാശമുണ്ട്. ചോദിച്ചു വരുന്നവർക്കും ചോദിക്കുവാൻ മാനസികമായി അവൻ്റെ അഭിമാനബോധം തടസ്സമായി നിന്നുകൊണ്ട് വളരെയേറെ ആരോടും തങ്ങളുടേതായ പ്രയാസങ്ങൾ അറിയിക്കാതെ കഴിച്ചുകൂട്ടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിലേക്കും അവകാശങ്ങൾ കൊടുത്തു വീട്ടുക എന്നത് ഇസ്ലാം സത്യവിശ്വാസികളുടെ മുഖലക്ഷണമായി കൊണ്ട് തന്നെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം പറയുന്നത് നീ നിൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് കടം കൊടുക്കുവാൻ തയ്യാറാവണം എന്നതാണ്. കടം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കടങ്ങൾ വാങ്ങരുത്. കടം വാങ്ങുക എന്നത് വളരെ അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നിർബന്ധിത സാഹചര്യത്തിലാണ് കടം വാങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ കടം വാങ്ങുന്നത് ഇസ്ലാം അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാലോ ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉള്ളവരോട് കടം കൊടുക്കുന്നത് സ്വതക്കയുടെയും ഇരട്ടി സ്വതക്കയുടെയും ഒക്കെ പുണ്യമായി കൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം ഇങ്ങനെ കടം വാങ്ങിയ ആളുകൾ കടം ആരിൽ നിന്നാണോ സ്വീകരിച്ചതെങ്കിൽ നിശ്ചിതമായ സമയത്തും തീയതിയിലും അത് കൊടുത്തു തീർക്കുവാനുള്ള കനത്ത നിർദ്ദേശവും ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പലിശയുടെ മേഖലയിൽ ഏറ്റവും ഉദാത്തമായ നിയമങ്ങളും കനത്ത താക്കീതുകളുടെയും ഒരു സമൂഹത്തെ വളർത്തിയെടുത്തത്. ആ രൂപത്തിൽ ഇരട്ടിക്കിരട്ടിയായി കൊണ്ട് പലിശ വാങ്ങിയിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പലിശ നിഷിദ്ധമാണെന്നും ആ രൂപത്തിൽ സമ്പാദിക്കുന്നവൻ അവൻ്റെ വയറുകൾ വീർത്ത് വികൃതമായ രൂപത്തിൽ രക്തപ്പുഴയിൽ ഒഴുകി നടക്കേണ്ടുന്ന ഒരു വലിയ ദുരന്തവും കഠിനമായ ശിക്ഷയുമാണ് മരണാനന്തരം ഉണ്ടാകുന്നതെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ പലിശക്ക് പണം കൊടുത്തുകൊണ്ട് ആ മേഖലയിൽ ധനം സമ്പാദിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് താക്കീത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ 10,000 സഹാബിമാരെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ സമൂഹത്തിന് കിട്ടാനുള്ള ആരൊക്കെ ഈ നിയമങ്ങളുടെ കാഠിന്യമറിയാതെ
മുമ്പ് കാലത്ത് പലിശക്ക് പണം കൊടുത്തിട്ടുണ്ടോ അതെല്ലാവരും ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം മാത്രം തിരിച്ചു വാങ്ങാം. മൂലധനമല്ലാത്ത പലിശയുടെ എല്ലാ രൂപത്തിലുള്ള സമ്പത്തിനെയും നിങ്ങൾ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യണമെന്ന് പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു. അത് പറയുക മാത്രമല്ല, സ്വന്തം കുടുംബത്തിന് കിട്ടാനുള്ള ധാരാളക്കണക്കിന് പലിശ ഇനത്തിൽ കിട്ടാനുള്ള സമ്പത്ത് ഞാനിതാ എൻ്റെ കുടുംബത്തിന് കിട്ടാനുള്ള പലിശയുടെ കണക്കുകൾ മുഴുവൻ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്തിരിക്കുന്നുവെന്നും പലിശ ഇനത്തിൽ ഇനി ആരും ഒന്നും ഈടാക്കരുതെന്നും വളരെ ഗൗരവത്തോടുകൂടി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉത്ബോധനം തുടങ്ങി സമൂഹത്തിലേക്ക് ആ ഉത്ബോധനത്തെ പ്രസരിപ്പിച്ച മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവരൊരിക്കലും പലിശയുമായി ബന്ധപ്പെടാവതല്ല. കച്ചവടം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, 2-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു കച്ചവടത്തെ അനുവദിച്ചു തന്നിരിക്കുന്നു, പലിശ അവൻ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഇസ്ലാമിലെ സാമ്പത്തിക വിശുദ്ധിയും അച്ചടക്കവും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലികമായ പ്രത്യേകമായ ഒരു പ്രവർത്തനമല്ല, ഏതെങ്കിലും ഒരു സീസണൽ ഭക്തിയല്ല ഇസ്ലാം ഏത് രംഗത്തും അനുശാസിക്കുന്നത്. വിശുദ്ധ റമദാനിൽ മാത്രം എല്ലാ രംഗത്തും ഒരു ശുദ്ധീകരണം, ആ രംഗത്ത് മറ്റുള്ള എല്ലാ ശ്രദ്ധയും പ്രത്യേകമായി കാത്തുസൂക്ഷിക്കുക. റമദാൻ കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിലടക്കം എല്ലാ രംഗത്തും ജീവിതത്തിൽ നെറികേടുകളും അതുപോലെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളും എന്ന കാഴ്ചപ്പാടിനെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നീ എവിടെയാണെങ്കിലും അള്ളാഹുവെ സൂക്ഷിക്കണമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിൻ്റെ നിയമവലികളെ സൂക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ റമദാനിൽ സക്കാത്ത് എന്നത് റമദാനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി കാണുകയും റമദാനിലെ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന റമദാനിൻ്റെ അവസാനപ്പെട്ട ഒറ്റപ്പെട്ട രാവുകളിൽ ഏതാനും ചില്ലറ നാണയത്തുട്ടുകളോ ഏതാനും ധാന്യമണികളോ തൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ തിക്കും തിരക്കും കൂട്ടുന്ന ദരിദ്രരുടെ സഞ്ചികളിലേക്കും കൈകളിലേക്കും എറിഞ്ഞുകൊടുക്കുക എന്ന ഒരു കർമ്മമായിക്കൊണ്ട് ഇസ്ലാമിലെ സക്കാത്തിനെ പലരും അധപ്പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതൊരു കാലമാണ്. വളരെ കൃത്യമായി തൻ്റെ വരുമാനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും കൃത്യമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ആ കണക്കുകൾ മുഴുവനും മരണാനന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കണക്കുകളാണെന്ന ബോധത്തോടുകൂടി തൻ്റെ മുഴുവൻ സമ്പാദ്യത്തിൻ്റെയും കണക്കെടുത്ത് അതിലെ നിശ്ചിതമായ വിഹിതം ഏത് കാലഘട്ടത്തിലാണോ താൻ നൽകൽ തനിക്ക് നിർബന്ധമാകുന്നതെങ്കിൽ ആ കാലഘട്ടത്തിൽ മുഴുവനും നൽകേണ്ടതാണ് സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. ഏത് സമയത്തും കീഴടങ്ങി കൊടുക്കേണ്ടതാണ് മനുഷ്യൻ മരണത്തിന്. ആ സമയത്ത് നേരത്ത് മനുഷ്യൻ ചിന്തിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരല്പനേരത്തേക്ക് എന്നെ ഒന്ന് പിന്തിച്ചാൽ സാമ്പത്തിക മേഖലയിലടക്കം ഞാൻ അച്ചടക്കത്തോടുകൂടെ ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു കേണപേക്ഷ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ഒരപേക്ഷയും മരണത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുന്നതല്ല. അതുകൊണ്ട് ശാശ്വതമായ സമാധാനത്തിന്, ശാശ്വതമായ സുരക്ഷിതത്വത്തിന് എപ്പോഴും നല്ലത്, സമാധാനത്തോടുകൂടിയുള്ള ജീവിതത്തിനും എപ്പോഴും നല്ലത്, ആരെയും വഞ്ചിക്കാതെ, ആരിൽ നിന്നും അനർഹമായത് സമ്പാദിച്ചെടുക്കാതെ, ആരെയും അതിൻ്റെ പേരിൽ അകറ്റി നിർത്താതെ, അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വളരെയേറെ മാനുഷികമായി നിലനിർത്തേണ്ടുന്ന ബന്ധങ്ങളെ, മാതാപിതാക്കളോട് പോലുമുള്ള ബന്ധങ്ങൾ, ജ്യേഷ്ഠാനുജന്മാരോടുള്ള ബന്ധങ്ങൾ, അയൽക്കാരോടുള്ള ബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ, അതൊക്കെയും ഒരു പണത്തിൻ്റെ പേരിൽ നിമിഷ നേരം കൊണ്ട് തല്ലിത്തകർക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ സമൂഹം, സമ്പത്ത് എന്ന് പറയുന്നത് അതെന്നും സ്ഥായിയല്ല, നിഴൽ പോലെയാണ്, വരും നീങ്ങിപ്പോകും, രാപ്പകലുകളെപ്പോലെ മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് സമ്പത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബോധങ്ങളെല്ലാം വിശുദ്ധ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനത്തിലൂടെയും അതിൽ അനുശാസിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളിലൂടെയുമൊക്കെ മനുഷ്യന് സാധിച്ചെടുക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും വളരെയേറെ ഉപകാരപ്രദമാണ്, പ്രയോജനപ്രദമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.